നാഷണൽ ടീമിന് പോലും ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഗ്രൗണ്ട് ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്? ഗ്രൗണ്ട് പാർട്ടി പരിപാടിക്കോ സിനിമാ പരിപാടികൾക്കോ മറ്റുള്ളത് ഉണ്ടാക്കിയതല്ല. ഗ്രൗണ്ട് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഗാലറി നിറച്ച് നിങ്ങൾക്ക് ബാനേഴ്സ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ടിറ്റോസ് ഉപയോഗിക്കാം, എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ. അല്ലാതെ നിങ്ങൾ ഇത് ബഹിഷ്കരിച്ചുകൊണ്ട് എന്താ നടക്കുന്നത്? കളി നടക്കും. മാഷ്ലി വെസ്റ്റ്വുഡിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം മെച്ചപ്പെടുന്നുണ്ടെന്ന് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം CK വിനീത്. ടീമിന്റെ മോശം പ്രകടനത്തിൽ മാനേജ്മെന്റിനും പങ്കുണ്ട്. എന്നാൽ ഗാലറി ഒഴിച്ചിട്ടല്ല പ്രതിഷേധിക്കേണ്ടത് എന്ന് CK വിനീത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആഷ്ലി വെസ്റ്റ്വുഡാണ് എനിക്ക് ടിക്കറ്റ് എടുത്താൽ നീ വാ എന്ന് പറയുന്നത്. ആഷ്ലി വെസ്റ്റ്വുഡാണ്. മൂപ്പര് വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. കളി കണ്ടു. സാധാരണ ഞാൻ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കുന്നതുകൊണ്ട് ഞാൻ മാക്സിമം കളി ഒഴിവാക്കലാണ്. ഇന്ന് ജയിച്ചു, സന്തോഷം. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വലിയ സപ്പോർട്ടായിരുന്നു മഞ്ഞപ്പട എന്നുള്ളത്. അവരിപ്പോൾ കഴിഞ്ഞ 3 മത്സരമായിട്ട് കളി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ മാനേജ്മെന്റിന്റെ അടുത്ത് നിന്ന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്ന സാധനം. പ്രശ്നങ്ങളുണ്ട്. ഞാൻ കളിക്കുന്ന സമയത്ത് മാനേജ്മെന്റിന്റെ അടുത്ത് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇവിടുന്ന് പോയത് ഇവർ പറഞ്ഞു വിട്ടതാണ് എന്നെ. പലരും പറയുന്നത് ഞാൻ പോയതാണ് എന്നുള്ളത്. ഇവർ മാനേജ്മെന്റ് എന്നെ പറഞ്ഞു വിട്ടതാണ്. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇതൊരു ടീമാണ്. അത് പ്രകടിപ്പിക്കേണ്ട രീതി ബഹിഷ്കരണമല്ല എന്നുള്ളതാണ്. ഗാലറി നിറച്ച് നിങ്ങൾക്ക് ബാനേഴ്സ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ടിറ്റോസ് ഉപയോഗിക്കാം, എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ. അല്ലാതെ നിങ്ങൾ ഇത് ബഹിഷ്കരിച്ചുകൊണ്ട് എന്താ നടക്കുന്നത്? കളി നടക്കും. ഇവരില്ലാത്തതുകൊണ്ട് കളി നടക്കാതിരിക്കുന്നില്ലല്ലോ. കളി നടക്കും. നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ ഫേമസ് ആയത്. നമ്മൾ ഗാലറിയിലെ ആൾക്കാരെ കൊണ്ടാണ് ഫേമസ് ആയത്. അതായത് അത്രയും ആൾക്കാർ ഇവിടെ കളി കാണാൻ വരുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കത് നഷ്ടപ്പെടുവാണ്. അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. GCD ആയിട്ട് ബന്ധപ്പെട്ട് ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു, വാടകയൊക്കെ ചൊല്ലിയൊക്കെ. അപ്പോൾ അത് ഇന്ത്യൻ ടീം വന്നപ്പോഴും ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. നാഷണൽ ടീമിന് പോലും ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഗ്രൗണ്ട് ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്? GCDക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. കളിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഗ്രൗണ്ട് പാർട്ടി പരിപാടിക്കോ സിനിമാ പരിപാടികൾക്കോ മറ്റുള്ളത് ഉണ്ടാക്കിയതല്ല. ഗ്രൗണ്ട് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ കളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പറയാനില്ല എന്നുള്ളതാണ് അതിൻ്റെ